വേറെ സങ്കടകരമായൊരു ചോദ്യം പിന്നെ ഇവിടെ വന്നിട്ടുള്ളൊരു കാര്യം. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഒരു മകനാണ് ഉണ്ടായിരുന്നത്. 7 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ കുട്ടി ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഉൾക്കൊള്ളാനും മാനസികമായി പൊരുത്തപ്പെടാനും സാധിക്കുന്നില്ല. മാനസികമായി ഏറെ തളർന്നിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ പരമാവധി നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനേക്കാൾ എന്നെ സങ്കടപ്പെടുത്തിയത് ആലോചിക്കുമ്പോൾ സങ്കടം വർദ്ധിക്കുകയാണ്. ഞാൻ എൻ്റെ കുടുംബക്കാർ വന്നപ്പോൾ സങ്കടപ്പെട്ട് അല്പം കരഞ്ഞു. ആ കരച്ചിൽ കണ്ടപ്പോൾ ഭർത്താവിൻ്റെ ഉപ്പ അല്പം ദേഷ്യത്തോടു കൂടി എന്നോട് പറഞ്ഞത് ഇത് ഹറാമാണ്, കുറ്റം ലഭിക്കുമെന്നാണ്. എൻ്റെ മനസ്സിൻ്റെ ഈ ഒരു വിങ്ങലിന് എനിക്ക് കുറ്റം ലഭിക്കുമോ എന്നാണ് ഈ സഹോദരി ചോദിച്ചിട്ടുള്ളത്. ഈ പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുകളെ പിന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ ആളുകൾക്ക് വരുന്ന വലിയ തെറ്റുകളാണ്. ആ തെറ്റുകളിൽ പെട്ടതാണ് ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരാൾക്കൊരു ദുഃഖമുണ്ടായി, അത് ഈ മരണത്തിലൂടെ ആണെങ്കിൽ അവർക്ക് ദുഃഖിക്കാനൊരു സമയം അനുവദിക്കണം. ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചപ്പോൾ അവൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവന് ഭയങ്കരമായ അസ്വസ്ഥതകൾ കാണിക്കുന്നു, ഭയങ്കര സങ്കടം കാണിക്കുന്നു, ഞാൻ എന്ത് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഞാനോട് പറഞ്ഞു, നിങ്ങളൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പാടില്ല, മനസ്സിലായി, അവനെ ദുഃഖിക്കാൻ അനുവദിക്കണം എന്നാണ്, മനസ്സിലായി. ദുഃഖിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ദുഃഖം അപകടകരമായ അവസ്ഥയിലേക്ക് പരിവർത്തിക്കും. കരയേണ്ടവന് കരയാനും സങ്കടപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. കരയരുതെന്ന് പോലും നമ്മൾ പറയുന്നത് എന്തല്ല, ശരിയല്ല എന്നാണ്, മനസ്സിലായി. കാരണം ഒന്ന്, കരയരുതെന്ന് പറയാൻ, എൻ്റെ അയൽവാസിയുടെ ഉമ്മ മരിക്കുമ്പോൾ അയൽവാസിയോട് കരയരുതെന്ന് പറയാൻ എനിക്ക് പറ്റൂ. അവൻ്റെ ഉമ്മയാണ് മരിച്ചത്, എൻ്റെ ഉമ്മയല്ലല്ലോ, മനസ്സിലായി. എൻ്റെ ഉമ്മയാകുമ്പോഴാണ് ആ അവസ്ഥ എന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാകും. പിന്നെ കണ്ണീരുകൾ വന്നപ്പോൾ നബിയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരുണ്യത്തിൻ്റെ കണ്ണീരാണ്, അള്ളാഹു ഹൃദയത്തിൽ വെച്ചത് നമ്മളറിയാതെ വരികയാണെന്നാണ്. അതിനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും വലിയ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളോട് കരയരുതെന്നോ കുറ്റം കിട്ടുമെന്നോ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമല്ല. അതവർക്ക് പ്രകൃതിപരമായി തന്നെ ഉണ്ടാകുന്നൊരു വികാരമാണ്. കരയുമ്പോൾ കണ്ണീര് വരിക, ദുഃഖം വരുമ്പോൾ കരയാൻ തോന്നുക, എന്തൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ സന്തോഷം വരുമ്പോൾ ചിരിക്കുക. ഈ വികാരങ്ങളൊക്കെ മനുഷ്യൻ അള്ളാഹു ഉണ്ടാക്കിയ വികാരങ്ങൾ, അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ഒരു ചോദ്യത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞ കുട്ടി, ഒരു കുട്ടി മാത്രമാണ്, കുട്ടിയാണ് ഒരു അപകടത്തിൽ മരിച്ചെന്നുള്ളത്. അവര് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഈ കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ സ്നേഹിക്കാനും താലോലിക്കാനും ഭാവിയിൽ നമ്മളെ സംരക്ഷിക്കാനും ഒക്കെ കഴിയും. പക്ഷേ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. കാരണം നമ്മളിവിടെ 80 കൊല്ലം 90 കൊല്ലം ജീവിച്ചാലും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ലക്ഷ്യമാണ് എന്ത്? സ്വർഗ്ഗം നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കുട്ടിക്ക് പ്രായപൂർത്തിയാണ് മുമ്പ് ഒരു കുട്ടി മരിച്ചാലും സ്വർഗ്ഗം ഉറപ്പാണെന്ന്. കാരണം ലോകത്തൊരാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പ്രവാചകന്മാർ മുഖേന വഹി കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാളെ പറ്റി സ്വർഗ്ഗം, എന്നാലും ഒരു കുട്ടിയെ പറ്റി നമുക്ക് പറയാവുന്ന പണ്ഡിതന്മാർ വേണം, അവർ സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഇപ്പോൾ കബറിലാണെങ്കിൽ അവൻ അവിടെ സമാധാനമായിട്ട് ഈ ദുനിയാവിൽ ഇവരെ കൂടെ നിൽക്കുന്നതിനേക്കാളും സന്തോഷത്തിലാണ് അവൻ ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് അവന് കിട്ടുമ്പോൾ നമ്മൾ വെറുതെ അവൻ്റെ കാര്യത്തിൽ ഇടങ്ങേറായി ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അത് അള്ളാഹുലേക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പരലോകത്ത് അവർക്കായിട്ടൊരു വീടുണ്ട്, ഹംദിൻ്റെ വീട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം.